ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റി ഹോംലി ട്രീറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആരും ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു വിഭവമാണ്. നിങ്ങൾക്കത് വളരെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ പോഷകം നിറഞ്ഞൊരു വിഭവമാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ: ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചത്, ഒരു തക്കാളി അതുപോലെ ചെറുതാക്കി മുറിച്ചത്, ഒരിടത്തരം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് മുരിങ്ങയിലയാണ്, പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായി മുറിച്ചത്, പിന്നെ ബ്രെഡ് ക്രംസ്, ഒരു മുട്ടയുടെ വെള്ള. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റണം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സവാള അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി വഴറ്റിയെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നല്ലവണ്ണം വഴറ്റി എടുക്കുക. സവാള വഴന്നു വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. പച്ചമുളക് വഴന്നു വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്ത് വഴറ്റണം. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കുക. അത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നത് വരെയും ഇളക്കണം. അതുപോലെ തക്കാളി നല്ലവണ്ണം വഴന്നു വരുന്നത് വരെ നമ്മൾ ഇത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും ചേർത്ത് ഇളക്കി ഒന്ന് വഴന്നു വന്നതിന് ശേഷം 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി മൂപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നമ്മൾ എടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മുരിങ്ങയില ഇട്ട് കൊടുക്കാം. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുത്ത് നല്ലവണ്ണം വഴന്ന് വറുത്ത് എടുക്കണം. മുരിങ്ങയില നന്നായി വഴന്ന് വറുത്ത് വരുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി അതിലേക്കിട്ട് യോജിപ്പിച്ച് ഇളക്കി എടുക്കുക. ഇത് സ്പെഷ്യൽ വിഭവമാണ്. ഇനി ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റുക. ഇനി കൈവെള്ളയിൽ എണ്ണ തടവി ഈ മിക്സ്ചറിൽ നിന്ന് ഓരോ ഉരുളകളാക്കി എടുത്ത് കൈവെള്ളയിൽ വെച്ച് കട്ട്ലേറ്റ് രൂപത്തിൽ പരത്തിയെടുക്കുക. അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ്ചർ മുഴുവൻ ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുത്ത് കൈവെള്ളയിൽ വെച്ച് പരത്തി കട്ട്ലേറ്റ് ആക്കി എടുത്ത് തയ്യാറാക്കി വയ്ക്കുക. അങ്ങനെ നമ്മൾ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഇനി സ്റ്റവിൽ നമ്മൾ വീണ്ടും ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഓരോ കട്ട്ലേറ്റും മുട്ടവെള്ളയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് നമുക്ക് മുരിച്ചെടുക്കാം.
രണ്ട് വശത്തും ബ്രെഡ് ക്രംസ് നന്നായി പൊതിഞ്ഞ് ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം. രണ്ട് ഭാഗവും നല്ലവണ്ണം മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതാണ് നമ്മളുടെ സ്പെഷ്യൽ മുരിങ്ങയില കട്ട്ലറ്റ്. മുരിങ്ങയില കൊണ്ട് നമ്മൾ കറി, അതുപോലെ മുട്ടത്തോരൻ, അങ്ങനെയുള്ള പല വിഭവങ്ങളാണ് ഉണ്ടാക്കാറ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. സാധാരണ മുരിങ്ങയിലൊക്കെ കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. വിരുന്നുകാർക്കും ഉണ്ടാക്കി കൊടുത്ത് നമുക്ക് അവരെയും സന്തോഷിപ്പിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ചെയ്തു നോക്കുക. പിന്നെ ഈ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കമൻറ്റ്സ് അറിയിക്കാൻ മടിക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് നമ്മളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരെ ബൈ.